52 ദിവസത്തെ വലിയ പ്രചാരണത്തിനൊടുവിൽ ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. എന്താ ഇന്നത്തെ പരിപാടി? ഇന്നങ്ങനെ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല. അങ്ങനെ ഇനിയിപ്പോൾ വലിയ മലമറിക്കാനൊന്നും ഇല്ല. ജനങ്ങളെ പരമാവധി കണ്ടിട്ടുണ്ട്, പരമാവധി സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. ഇനിയിപ്പം എല്ലായിടത്തും എത്താൻ പറ്റിയിട്ടുണ്ടാവില്ലല്ലോ, സ്വാഭാവികമായിട്ട് ലോക്സഭാ മണ്ഡലമല്ലേ. അപ്പം അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോണിൽ വിളിച്ചും ഒന്ന് രണ്ട് ചെറിയ സ്ഥലങ്ങളൊന്ന് വിസിറ്റ് ചെയ്തും നേതാക്കന്മാരൊക്കെ ആയിട്ടൊന്ന് കൂടി ആലോചിച്ചും നാളത്തെ പ്രിപ്പറേഷൻസൊക്കെ ഒന്ന് വിലയിരുത്തി. അങ്ങനെ അല്ലാണ്ട് ഇനിയിപ്പോൾ ഇന്ന് മഹാകാര്യം ഞാൻ ചെയ്യാനൊരുക്കാം. ഇവിടെ വന്നിറങ്ങി അന്ന് മുതൽ വലിയ ആൾക്കൂട്ടമാണ്. അത് പുലർച്ചെ 4 മണിക്കാണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും ഒക്കെ ആൾക്കൂട്ടമുണ്ട്. ഈ ആൾക്കൂട്ടം തന്നെ വോട്ടായി മാറുമെന്നുള്ളൊരു ആത്മവിശ്വാസത്തിലാണ് പൂർണ്ണം. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പുലർച്ചെ 4 മണിക്ക് ഞാൻ ഉറക്കമൊഴിക്കുന്നത് ഞാൻ സ്ഥാനാർത്ഥിയായതുകൊണ്ടാണെന്ന് വിചാരിക്കുക. അവരെന്തിനാണ് ഉറക്കമൊഴിക്കുന്നത്? അവിടെ ഗാനമേള ഇല്ല, മൈക്ക് പോലും ഉപയോഗിക്കാൻ പറ്റില്ല 10 മണിക്ക് ശേഷം. അവിടെ ഗാനമേള ഇല്ല. 4 മണിക്ക് മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്ന ഒരു സമയമില്ല. ആ സമയത്ത് ഒരു ഭക്ഷണം ആർക്കും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. അവരവിടെ വന്ന് അത്രയും നേരം കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നടത്തുന്ന ഈ ഫൈറ്റിനോടുള്ള ഈ പോരാട്ടത്തിനുള്ള അവരുടെ ഐക്യദാർഢ്യമല്ലേ അത്? ഞങ്ങൾ പറയുന്ന പൊളിറ്റിക്സിനോടുള്ള അവരുടെ പിന്തുണയല്ലേ? ആ സ്നേഹവും ആത്മാർത്ഥതയും വോട്ടല്ലാതെ വേറെ എന്താ ആവുക? ഞങ്ങൾ 4 മണി വരെ ഉറക്കം കളഞ്ഞിട്ട് സ്ഥാനാർത്ഥിയെ പോയി കണ്ടിട്ട് പോളിംഗ് ബൂത്തിൽ പോയിട്ട് വേറെ ആർക്കെങ്കിലും വോട്ട് ചെയ്യുമോ? ഏറ്റവും കൂടുതൽ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മണ്ഡലമാണ്. ഇപ്പോൾ തുടക്കത്തിൽ ടി പി ചന്ദ്രശേഖരൻ്റെ വധക്കേസ് പറഞ്ഞു, പിന്നീട് അപ്പോഴേക്കും പാനൂരിൽ ബോംബ് പൊട്ടി, ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണത്തെക്കുറിച്ചുള്ള വാദപ്രതിവാദങ്ങളുണ്ടായി. ഇതിലേതായിരിക്കും കൂടുതൽ വടകരയെ സ്വാധീനിച്ചിട്ടുണ്ടാവുക? അല്ല, ഇത് ഒരു ദേശീയ രാഷ്ട്രീയം തന്നെയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാജസ്ഥാനിലെ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന വരെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. എത്രത്തോളം ഈ നാടിനെ വിഭജിക്കാനാണ് ഭരണകൂടം ശ്രമിക്കുന്നത്. അപ്പോൾ അതിനെതിരായി ചിന്തിക്കുന്ന മുഴുവൻ ഇന്ത്യ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനതയുടെ, അതിൽ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി ഇന്ത്യ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ പിന്തുണയാണ് ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതും അനുകൂലമായിട്ടുള്ള ഘടകവും. രണ്ട് ഭരണകൂടങ്ങൾക്കും എതിരായിട്ടുള്ള ജനങ്ങളുടെ വലിയ വികാരം, ആൻറ്റി ഇൻകംബൻസി അതിൻ്റെ പീക്കിലാണ്, അതിൻ്റെ ഉച്ചസ്ഥായിലാണെന്ന് പറയാം. നിങ്ങൾക്കത് പോളിംഗ് കഴിയുമ്പോൾ എല്ലാവർക്കും അത് ബോധ്യപ്പെടും റിസൾട്ട് വരുമ്പോൾ. 3, ഇവിടുത്തെ നാടിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സമാധാനമുള്ള രാഷ്ട്രീയം, സ്വസ്ഥതയുള്ള ജീവിതം അത് ആഗ്രഹിക്കുന്ന ജനതയാണ്. ആ ജനത ആഗ്രഹിക്കാത്തത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഈ ബോംബും സ്ഫോടനവും മരണമൊക്കെ. അപ്പോൾ അതിനെ എൻഡോസ് ചെയ്യാൻ, അത് ചെയ്ത ഒരാൾ ഇലക്ഷൻ്റെ സമയത്ത് പൊട്ടി മരിച്ചാലും കുഴപ്പമില്ല, ഒരു വോട്ട് അവർക്ക് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ ഇതുണ്ടാക്കുന്നവരും വിചാരിക്കുന്നത് അതൊന്നും ബാധിക്കാൻ പോകുന്ന പ്രശ്നമല്ല, ഭാവിയിലും ഇത് ഉണ്ടാക്കാം, 1-2 ആളും മരിച്ചാലും കുഴപ്പമില്ല എന്നുള്ള CPM പ്രവർത്തകർ പോലും അത് ആഗ്രഹിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. പിന്നെ ഞങ്ങളിവിടെ നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് എല്ലാ വീടുകളിലേക്കും ഞങ്ങളുടെ ഒരു ഐഡിയ ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയായിരിക്കും ഇവിടുത്തെ പ്രധാനപ്പെട്ട വോട്ടേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങൾ. ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യുമെന്ന് പറയുമ്പോഴും CPM പറയുന്നത് പൗരത്വ നിയമം പോലുള്ള വിഷയങ്ങളൊന്നും ഷാഫി മണ്ഡലത്തിൽ പറയുന്നേ ഇല്ല. നിങ്ങൾ എൻ്റെ എത്ര പ്രസംഗം കവർ ചെയ്തു? ഞാനത് പറയാത്ത ഏതെങ്കിലും ഒരു മേജർ ഇവൻ്റ് ഉണ്ടായിട്ടുണ്ടോ? ഞാൻ രാഹുൽ ഗാന്ധിയുടെ സ്പീച്ച് ഉൾപ്പെടെ ട്രാൻസ്ലേറ്റ് ചെയ്ത ആ വിഷയം ഉൾപ്പെടെ ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരാളാണ്. ഈ മണ്ഡലത്തിൽ എൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ തൊട്ട് നിങ്ങളിപ്പം ഇന്നലെ കലാശക്കൊട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ വരെ ഞാനത് പറയാത്ത ഏതാ? വല്ല കവലയിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ പോലും എൻ്റെ ആദ്യത്തെ വാചകം ഈ നാടിൻ്റെ ഐക്യത്തെ കാക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണെന്നാണ്. അപ്പോൾ അതങ്ങനെ CPM പറഞ്ഞുകൊണ്ടായില്ലല്ലോ. മുഖ്യമന്ത്രി തന്നെ രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ പോയിട്ടില്ല എന്ന് പ്രസംഗിച്ചതാണ്. രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ പോയത് ഇന്ത്യ മുഴുവൻ കണ്ടതല്ലേ, ലോകം മുഴുവൻ കണ്ടതല്ലേ. ഒരു ഭാഗത്ത് ഈ CAA പറയുന്നില്ല എന്ന് പറയാം. ഇന്നലെ ഇപ്പോൾ PV അൻവർ പ്രസംഗത്തിൽ പറഞ്ഞത് ഷാഫി വടകരയിൽ വലിയ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അല്ലാതെ വടകരയിലെ അയാൾക്ക് മറുപടി പറയുന്നില്ല, അല്ലെങ്കിൽ വടകരയിലെ ജനങ്ങൾ അതിന് മറുപടി കൊടുത്തോളൂ. ആൾക്കാരെല്ലാവരും അവരെ പോലെ അല്ല ചിന്തിക്കുന്നത്. ഇത് അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്സിനെ എത്രത്തോളം കോൺട്രഡിക്ടറിയാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയത് മുഖ്യമന്ത്രി അയാൾ പറഞ്ഞു 1-2 സാധനങ്ങളൊക്കെ എൻഡോസ് ചെയ്തു. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. പുള്ളി അസംബ്ലി പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ അവരുടെ തന്നെ വിജിലൻസും പോലീസും പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതല്ലേ. മറുപടി ഡോണ്ട് റിസർവ് എ റിപ്ലൈ. സൈബർ ആക്രമണം എന്ന് പറയുന്ന ചർച്ച അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി. വ്യക്തിഹത്യക്ക് DGPക്ക് ഷാഫി തന്നെ പരാതി കൊടുത്തു. ഇത് എത്രത്തോളം ഈ മണ്ഡലത്തെ സ്വാധീനിക്കുന്നു? എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു വസ്തുത എന്താണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അതിനെ സംബന്ധിച്ച് ആദ്യം പരാതി ഉന്നയിച്ച കേന്ദ്രത്തിൽ തന്നെ അത് ഉണ്ടെന്നും ഇല്ലെന്നുള്ള അഭിപ്രായം വരുമ്പോൾ ഉള്ള ഒരു കാര്യമാണെങ്കിൽ എല്ലാവരും ഇപ്പം അതിൻ്റെ പുറകെ നിൽക്കുന്നുള്ളൂ. ഇപ്പോൾ ഒരു കേന്ദ്രത്തിൽ തന്നെ 2 അഭിപ്രായം വരുമ്പോൾ എന്താ? ദാറ്റ് ഈസ് കുക്ക്ഡ് അപ്പ്. അത് ഉണ്ടാക്കിയതായതുകൊണ്ടാണ് എല്ലാവർക്കും ഒരേ അഭിപ്രായം പറയാൻ പറ്റാത്ത, അറിയാതെ അതിൻ്റെ അതിൽ. അപ്പോൾ അതും ഇവിടുത്തെ ജനങ്ങളെ ഞങ്ങൾക്ക് നെഗറ്റീവായ തരത്തിൽ അത് ബാധിക്കില്ല. അത് ആ കാര്യത്തിൽ അതിനെ സംബന്ധിച്ച് അവർ പറഞ്ഞ കാര്യങ്ങൾ പലതും ജനങ്ങളുടെ മുമ്പിൽ പിന്നെ യാഥാർത്ഥ്യങ്ങൾ എക്സ്പോസ്ഡ് ആയി എന്നുള്ളതാണ്.
ഒറ്റ ചോദ്യം കൂടി. ഇന്നലെ മുഖ്യമന്ത്രി റിപ്പോർട്ടർ ടി വിയോട് പറഞ്ഞിട്ടുള്ളത് സംസ്ഥാന ഭരണം ഒരിക്കലും വിലയിരുത്തപ്പെടാൻ പോകുന്നില്ല, ദേശീയ രാഷ്ട്രീയമായിരിക്കും ഇവിടെ വിലയിരുത്താൻ പോകുന്നത്, കാരണം സംസ്ഥാന ഭരണം വിലയിരുത്തേണ്ട ഒരു സമയമല്ല എന്നുള്ളതാണ്. അത് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള ഒരു ആത്മവിശ്വാസക്കുറവാണ്. അവരുടെ ഗവൺമെൻറ്റിൻ്റെ ചെയ്തികൾ ജനങ്ങൾക്കിടയിൽ ചർച്ചയായാൽ അത് നെഗറ്റീവായി ബാധിക്കുമെന്നൊരു സ്റ്റേറ്റിൻ്റെ ചീഫ് തന്നെ പറയുന്നതാണ്. അതൊരു മുൻകൂർ ജാമ്യമാണ്. അത് ദേശീയ രാഷ്ട്രീയം ചർച്ചയായാലും സംസ്ഥാന രാഷ്ട്രീയം ചർച്ചയായാലും അതിൻ്റെ ഗുണം ഞങ്ങൾക്കാണ് കിട്ടാൻ പോകുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആൻറ്റി ഇൻകംബൻസി. ഈ രണ്ട് ഗവൺമെൻറ്റുകളും വല്ലാതെ ജനവിരുദ്ധരായി മാറിയിട്ടുണ്ട്. അവർ ജനങ്ങളിൽ നിന്ന് ഒരുപാട് അകന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവന, പ്രധാനമന്ത്രിയുടെ രാജസ്ഥാൻ പ്രസ്താവന, അതൊക്കെ ആശങ്കകളുടെ വളരെ വ്യക്തമായിട്ടുള്ള ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റാണ്. അത് ജനങ്ങൾ അതും കൂടെ വിലയിരുത്തിയിട്ടായിരിക്കും ജനങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പോകുന്നത്. ജയിക്കുന്നൊരു ആത്മവിശ്വാസമുണ്ട്, എന്നാലൊരു ഭയം അല്ലെങ്കിൽ ഒരു ആശങ്കയുണ്ട്. ഇല്ല, അഹങ്കാരവും ഇല്ല, ആശങ്കയില്ല, ആത്മവിശ്വാസമുണ്ട്. ഭൂരിപക്ഷത്തിൻ്റെ കണക്കിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ഞാനിപ്പോൾ പറയുന്നത് ശരിയല്ലല്ലോ. അതും ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. കംഫർട്ടബിളായിട്ട് ഞങ്ങൾ ജയിക്കും. സമ്പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ്. അതെ അതെ അതെ, ഞാനതങ്ങനെ ആത്മവിശ്വാസം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി പറയുന്നതോ അല്ലെങ്കിൽ അങ്ങനെ ഇൻറ്റൻഷനലായിട്ട് എല്ലാ സ്ഥാനാർത്ഥികളും പറയേണ്ടതാണല്ലോ എന്ന് വിചാരിച്ച് പറയുന്നതല്ല. എനിക്കിവിടുത്തെ ജനങ്ങൾ തരുന്ന ഒരു റെസ്പോൺസിൽ നിന്നാണ് ഞാനത് പറയുന്നത്. ഇപ്പം ഇന്നലെ കലാശക്കൊട്ട് നടന്നത് തലശ്ശേരിയിലാണെന്ന് ഓർക്കണം. ഞങ്ങൾ 39,000 വോട്ടിന് തോക്കുന്ന ഒരു മണ്ഡലത്തിലേക്കാണ്. ഇപ്പം അത് കൊയിലാണ്ടിയിൽ നിന്നും കുറ്റ്യാടിയിൽ നിന്നും പേരാമ്പ്രയിൽ നിന്നും ആളെ കൊണ്ടുപോയിട്ട് നടത്തുന്നതല്ലല്ലോ. അപ്പം ഇതിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്ലസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ജനത ഇറങ്ങി ഈ തെരഞ്ഞെടുപ്പ് ജയിപ്പിക്കാൻ വേണ്ടി. പാർട്ടി കമ്മിറ്റി ഭാരവാഹി എന്നുള്ളതിനപ്പുറത്തേക്ക് ജനങ്ങളുടെ ഒരു ഒഴുക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്ലസ് ഞങ്ങൾക്ക് എന്തായാലും കിട്ടും. ആശംസകൾ.